75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിലാണ് രാജ്യം. ഡൽഹിയിലെ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി രാവിലെ പുഷ്പചക്രം അർപ്പിക്കും. സൈനിക ശക്തി വിളിച്ചോതുന്ന പരേഡ് ഡൽഹിയിലെ കർത്തവ്യപഥിൽ നടക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് വിശിഷ്ടാതിഥി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഗുഡ് മോർണിംഗ്. രാഷ്ട്രം 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിലാണ്. എത്ര മണിക്കായിരിക്കും രാജ്യ തലസ്ഥാനത്തെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവുക? ഒപ്പം ആഘോഷ നിറവിന്റെ മറ്റ് വിശദാംശങ്ങൾ കൂടി. KP, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ നിറവിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗികമായ ചടങ്ങ് നടക്കുന്നത് നമുക്കറിയാം ഡൽഹിയിലെ കർത്തവ്യപഥിലാണ്. ഇപ്പോൾ കർത്തവ്യപഥ് ഓപ്പൺ ചെയ്തിരിക്കുന്നു. രാവിലെ തന്നെ ഞാൻ ഈ നിൽക്കുന്ന റോഡ് കർത്തവ്യപഥിലേക്ക് എത്തുന്ന റോഡാണ്. ഇവിടെ ധാരാളം ആളുകൾ ഈ കടുത്ത തണുപ്പിനെ വകവയ്ക്കാതെ തന്നെ ഈ പരേഡ് കാണുന്നതിനും ഒപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഒക്കെ അടങ്ങുന്ന വിശിഷ്ട അതിഥികളെ നേരിൽ കാണുന്നതിനൊക്കെയായി ധാരാളം ആളുകൾ ഈ പരേഡിൽ പങ്കെടുക്കാൻ ഇപ്പോൾ ഈ കർത്തവ്യപഥിലേക്ക് നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം മുതൽ വിവിധ ലെയറിലുള്ള പരിശോധനകൾക്ക് ശേഷമേ ഓരോ ആളുകളെയും ഈ കർത്തവ്യപഥിനകത്തേക്ക് കടത്തിവിടത്തുള്ളൂ. ആ കർത്തവ്യപഥിന്റെ ഇരുവശങ്ങളിലായിട്ടാണ് ഈ ഗ്യാലറികൾ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ വലിയ സുരക്ഷാ ക്രമീകരണം ഉള്ളതിനാൽ ഇത്ര പുലർച്ചെ തന്നെ ഈ സെക്യൂരിറ്റി ചെക്കും മറ്റും നടത്തിയാൽ മാത്രമേ ആളുകളെ മുഴുവൻ ഈ പരേഡ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. രാവിലെ 9:30 ചടങ്ങുകൾ ആരംഭിക്കുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും വിവിധ ലെയർ പരിശോധനയും മറ്റും ഉള്ളതിനാൽ ഒപ്പം ധാരാളം ആളുകൾ പരേഡ് നേരിൽ കാണുന്നതിനായി എത്തുന്നുണ്ട്. ഇവരുടെ എല്ലാം പരിശോധനകൾക്ക് ശേഷം മാത്രമേ കയറ്റിവിടുന്നുള്ളൂ. അതിനാലാണ് നേരം പുലരുന്നതിന് മുമ്പ് തന്നെ രാജ്യതലസ്ഥാനത്ത് ഇപ്പോൾ ഈ കർത്തവ്യപഥിലേക്ക് ആളുകളെ ചെക്കിങ്ങിന് ശേഷം ഇപ്പോൾ കയറ്റിവിട്ട് തുടങ്ങുന്നത്. എന്തായാലും റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ നിറവിലാണ് രാജ്യം. രാവിലെ 9:30 ചടങ്ങുകൾക്ക് തുടക്കമാകും. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പാർച്ചന നടത്തുന്നതോടുകൂടിയാണ് ഔദ്യോഗികമായ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. 3 സേനാ മേധാവികൾ പുഷ്പാർച്ചന നടത്തും. ഒപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ യുദ്ധസ്മാരകത്തിൽ എത്തും. അതിനുശേഷം പിന്നീട് രാഷ്ട്രപതി ദ്രൗപദി മുർമു അശ്വാരൂഢ സേനയുടെ അകമ്പടിയോടുകൂടി രാഷ്ട്രപതി ഭവനിൽ നിന്നും കർത്തവ്യപഥ് വഴി ഈ ചടങ്ങ് നടക്കുന്ന അല്ലെങ്കിൽ ആ ദേശീയ പതാക നിൽക്കുന്ന ആ പോയിന്റിലേക്ക് എത്തുന്നു. പിന്നീട് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തുന്നു. ദ്രൗപദി മുർമുവിനൊപ്പം ആ അശ്വാരൂഢ സേനയുടെ അകമ്പടിയോടുകൂടി തന്നെയാകും ഇന്നത്തെ വിശിഷ്ട അതിഥിയായിട്ടുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും എത്തുക. അങ്ങനെ ആ 2 വിശിഷ്ട അതിഥികൾ വേദിയിലെത്തി ഭാരതത്തിന്റെ രാഷ്ട്രപതി ത്രിവർണ്ണ പതാക ഉയർത്തുന്നതോടുകൂടി പിന്നീട് പരേഡിന് തുടക്കമാവുകയാണ്. 3 സേനാ വിഭാഗം, കരസേന, വ്യോമസേന, നാവികസേന, ഇത് കൂടാതെ മറ്റ് അർദ്ധസൈനിക വിഭാഗങ്ങളും NCC ഉൾപ്പെടെയുള്ള കേഡറ്റുകളും ഇന്നത്തെ പരേഡിന്റെ ഭാഗമാകുന്നുണ്ട്. അങ്ങനെ ആ പരേഡിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് സല്യൂട്ട് സ്വീകരിക്കുന്നത്. പിന്നീട് നമുക്കറിയാം പതിവ് പോലെ തന്നെ പരേഡിനൊപ്പം ഭാരതത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരം വ്യക്തമാക്കുന്ന രീതിയിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങൾ ഈ കർത്തവ്യപഥിന്റെ ജനങ്ങൾക്കിടയിലൂടെ നീങ്ങും. ഒപ്പം വിവിധ സംസ്ഥാനങ്ങളുടെ നൃത്തരൂപങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം വ്യോമസേനയുടെ എയർ ഷോ, അതെല്ലാ വർഷവും ഈ റിപ്പബ്ലിക് ദിന പരേഡിലെ ഏറ്റവും ആകർഷണീയമായ അല്ലെങ്കിൽ ഈ കൂടുന്ന ആളുകളുടെ എല്ലാം മനസ്സിൽ വലിയ തോതിലുള്ള വിസ്മയം തീർക്കുന്ന ഒന്നാണ് വ്യോമസേന നടത്തുന്ന എയർ ഷോ. ഭാരതത്തിൻ്റെ പോർ വിമാനങ്ങൾ ഏറ്റവും പുതിയതായി ഫ്രാൻസിൽ നിന്നും നമ്മൾ വാങ്ങിയിട്ടുള്ള മിറാഷും അതോടൊപ്പം തന്നെ മുൻപുള്ള സുഖോയും ഒക്കെ അടങ്ങുന്ന ഭാരതത്തിൻ്റെ പോർ വിമാനങ്ങൾ അണിനിരക്കുന്ന എയർ ഷോ ഉണ്ട്. അങ്ങനെ വിപുലമായ രീതിയിലുള്ള ആഘോഷം എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. ഇത്തവണയും വലിയ ആഘോഷങ്ങൾക്ക് അതിവിപുലമായ ആഘോഷങ്ങൾ തന്നെയാണ് ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തമാക്കിയതുപോലെ തന്നെ ഈ വർഷവും. അതോടൊപ്പം തന്നെ രാജ്യമെങ്ങും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുമുള്ളത്, അല്ലേ? KP, കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി ഇപ്പോഴുള്ളത്. എല്ലാ റിപ്പബ്ലിക് ദിനത്തിനും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ തവണ 10 മടങ്ങ് സുരക്ഷയുണ്ട്. കാരണം ഒന്ന്, വിധ്വംസക ശക്തികളെ സംബന്ധിച്ച് അവർക്ക് അതൃപ്തി ഉണ്ടാകുന്ന പല കാര്യങ്ങൾ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് നടന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടന്നത്. അതിൽ അസ്വസ്ഥരായിട്ടുള്ള ഒരു വിഭാഗം പ്രത്യേകിച്ച് ഭാരതത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകര ശക്തികൾ അതിൽ വലിയ തോതിലുള്ള അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്.
അതിനാൽ കൂടി വലിയ സുരക്ഷാ ക്രമീകരണം. ഒപ്പം കഴിഞ്ഞ ഡിസംബറിൽ പാർലമെന്റിനകത്ത് ഒരു പ്രതിഷേധം ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അതും കൂടി കണക്കിലെടുത്തും വലിയ സുരക്ഷാ ക്രമീകരണം ഈ തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിന് ഒരുക്കുന്നു. മാത്രമല്ല ഈ തവണത്തെ അതിഥിയാണ് അതിൽ വളരെ ശ്രദ്ധേയമാകുന്നത്. ഇമാനുവൽ മക്രോൺ നമുക്കറിയാം, ഫ്രഞ്ച് പ്രസിഡന്റാണ്. അദ്ദേഹം മുൻപ് അധികാരത്തിലിരുന്ന ഫ്രഞ്ച് പ്രസിഡന്റുമാരെ പോലല്ല, ജിഹാദി ശക്തികൾക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഫ്രാൻസിൽ വളർന്നു വന്ന ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ കടുത്ത നിലപാടെടുത്തിട്ടുള്ള, ആഗോളതലത്തിൽ മുസ്ലിം ഭീകരവാദികൾക്ക് കടുത്ത അതൃപ്തിയുള്ള ഒരു വിശിഷ്ട അതിഥിയാണ് ഇന്ന് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ അതിഥിയായി, ഒരു വ്യക്തിയാണ് അതിഥിയായി ഇന്ന് എത്തുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. അതിനാൽ ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ആഗോളതലത്തിൽ ശബ്ദമുയർത്തുന്ന ഇമാനുവൽ മാക്രോണിന്റെ സാന്നിധ്യവും ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡിനെ ധന്യമാക്കുന്നു എന്നതാണ്. അതിനാൽ ഈ തവണ 10 മടങ്ങ് സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനമാണെങ്കിലും സ്വാതന്ത്ര്യ ദിനമാണെങ്കിലും അത് വലിയ സുരക്ഷയ്ക്ക് ഇടയിലാണ്. ഒപ്പം ഇത്തവണ കുറച്ച് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്യതലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കുന്നുണ്ട്. IB റിപ്പോർട്ട് ആ രീതിയിലാണ്. അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണം ഒരുക്കണമെന്നത് സംബന്ധിച്ചുള്ള ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടും മറ്റുമുണ്ട്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ 10 മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അത് ഈ റിപ്പബ്ലിക് ദിനം ആഘോഷം നടക്കുന്ന കർത്തവ്യപഥത്തിലോ അല്ലെങ്കിൽ ഈ പരിസര പ്രദേശത്തോ മാത്രമല്ല, ഭാരതത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ വാരണാസി, മഥുര, അതോടൊപ്പം തന്നെ അയോധ്യ, കൂടാതെ ദ്വാരക, ദക്ഷിണ ഭാരതത്തിലെ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഇവിടെയെല്ലാം സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ, അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ, മെട്രോ സ്റ്റേഷനുകൾ, വലിയ ഇൻഡസ്ട്രികൾ, അതിനെല്ലാം സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന ഒരു നിർദ്ദേശം കൂടി ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. KP. 75 റിപ്പബ്ലിക് ദിനാഘോഷ നിറവിലാണ് രാജ്യം. ഡൽഹിയിലെ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി രാവിലെ പുഷ്പചക്രം അർപ്പിക്കും. സൈനിക ശക്തി വിളിച്ചോതുന്ന പരേഡ് ഡൽഹിയിലെ കർത്തവ്യപഥിൽ നടക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണാണ് വിശിഷ്ടാതിഥി. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യ തലസ്ഥാനത്തും രാജ്യത്തിന്റെ വിവിധ മേഖലകളിലും കേന്ദ്രങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.